നാടകവും കലയും എനിക്കും ഇഷ്ടം തന്നെയാ. ഞാൻ കണ്ട പാട്ടും നാടകവും ഇവരാരും കണ്ടിട്ടില്ല. അവന്റെ കൂടെ കുറെ ചെക്കന്മാരുണ്ട്, നാടകം കളിക്കാനല്ല, നാടകക്കാരികളുടെ കൂടെ കുഴഞ്ഞാടാൻ. നാടകം എന്ന് പറയാൻ കാശ് എത്രയാ കളയണമെന്ന് അറിയോ തങ്കത്തിന്? സാരല്ലെന്നേ, ചെക്കന്മാരാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അബദ്ധത്തിലൊന്നും ചെന്ന് ചാടില്ല. എങ്ങനെ അറിയാം? എനിക്കറിയാം, ഉണ്ണി ഒരു പാവാ. തങ്കത്തിന് എല്ലാരും പാവങ്ങളാ. കഴിഞ്ഞ തവണ എണ്ണയില്ലാത്ത വിളക്ക് എന്നൊരു നാടകം കളിച്ചു. കുമ്പിടി ശാന്ത എന്ന് പറയുന്ന ഒരു പെണ്ണായിരുന്നു നടി. അവക്ക് പുഴയെ കുളിക്കാൻ ഒരു പൂതി. ഇവൻ അവളെയും കൊണ്ട് പുഴയെ പോയിരിക്കണ കുളിപ്പിക്കാൻ. ഞാൻ ചെന്ന് നോക്കുമ്പോ അവള് വെള്ളത്തിൽ കിടന്ന് നീന്തണ, ഇവൻ അത് നോക്കി വെള്ളം ഇറക്കിയിരിക്കണ. എങ്ങനുണ്ട്? ഞാൻ കഴുത്തിന് പിടിച്ചൊരു തള്ളും ഒരടിയും കൊടുത്തു. അടി കൊണ്ടില്ല, അതോടെ നിർത്തിയാക്കാൻ പറഞ്ഞതാ ഈ നാടകം കളി. ചെക്കന്മാരുടെ ഓരോ തമാശ. തമാശയല്ല, തല്ലുകൊള്ളിത്തരാന്ന് തങ്കം പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ ഇത്തവണ നാടകമെന്നും പറഞ്ഞ് അവനീ പടിക്ക് പുറത്തിറങ്ങത്തില്ലായിരുന്നു. അതാ വേഗം പെണ്ണ് കെട്ടിക്കാൻ പറയണേ. പെണ്ണ് കെട്ടിയതൊക്കെ നിൽക്കും. പിന്നെ ഗോപാലേട്ടനെ പോലെ നാടകവും ഇല്ല, പാട്ടും ഇല്ല, ഉത്സവവും ഇല്ല. നമുക്ക് ആലോചിക്കാം. ഉണ്ണിയേ, ഇതെന്താ പമ്മി പമ്മി പോണത്? നടത്തറ കനകം വന്നോ? വന്നു തോന്നണു. അപ്പൊ ഉണ്ണിയല്ലേ പറഞ്ഞത് കാലത്ത് നടത്തറയ്ക്ക് പോവാണ് കനകത്തിനെ കൊണ്ടുവരാന്ന്? അത് നടത്തറ കനകല്ല, കനകാംബരൻ. കനകാംബരൻ ഞങ്ങളുടെ ഹാർമോണിസ്റ്റാ. കനകമായാലും കനകാംബരനായാലും വിശക്കുമ്പോ ഉരുട്ടി വീഴണമെങ്കിലേ വേഗം വന്ന് വിളക്കിന്റെ കരു പിടിക്കും. ഇതാ പറഞ്ഞു ഉരുളണ കണ്ടോ? അവൻ കനകത്തിന്റെ പുറകെ ചുറ്റിയതായിരിക്കും. എന്നിട്ട് പറഞ്ഞത് കനകാംബരൻ എന്നാണല്ലോ. തങ്കത്തിന് ഒരു കള്ളവും മനസ്സിലാവില്ല. അവന്റെ വേഷങ്ങളിൽ എനിക്ക് ശരിക്കും അറിയാം. ചെല്ല്, അവന് ചോറ് വിളമ്പി കൊടുക്കും. അമ്മ ഉറക്കം പിടിച്ചിട്ടുണ്ടാവും. വന്നോ നാടകക്കാരൻ? എന്താടാ അവിടെ ഒരു ഒച്ച കേട്ടത്? ഏടത്തിറ കയ്യിൽ നിന്ന് ഒരു പാത്രം താഴെ വീണതാ എന്റെ അമ്മേ. ഒന്ന് മയങ്ങി വന്നതാ, അത് പോയി. ഉരുട്ടി വിഴുങ്ങ്. നാടകം കളിക്കാൻ ശേഷി ഉണ്ടാവട്ടെ. പണിയെടുക്കാൻ വേറൊരുത്തനം ഉണ്ടല്ലോ അവിടെ. ഞാൻ പണിയെടുക്കണില്ലല്ലേ? കൊല്ലത്തിൽ ഒരു മാസമേ ഞാൻ ഈ ആലയുടെ പുറത്തിറങ്ങുന്നുള്ളൂ. മനുഷ്യന്മാരെ ഒരു രസമൊക്കെ വേണ്ടേ? ഓ, രസിച്ചോ? രസിച്ച് കണ്ട നാടകക്കാരികളുടെ പിറകെ പോകാണ്ടിരുന്നാ മതിയേ. നാടകം കളിക്കണ ആണുങ്ങളെല്ലാം നാടകക്കാരികളുടെ കൂടെ പോകാൻ തുടങ്ങി അവരുടെ പിന്നാലെ ഒരു ജാഥ ഉണ്ടാവല്ലോ അല്ലേ എടുത്തി? എല്ലാറ്റിനും വളം വെച്ചു കൊടുക്കാൻ ഒരു ഏട്ടത്തി ഉണ്ടല്ലോ ഇപ്പൊ. അമ്മ എന്ന് പോ, അവൻ സമാധാനായിട്ട് ഉണ്ണട്ടെ. ഓ, സമാധാനായിട്ടിരുന്നു കൂട്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഉണ്ണാണ്ടിരിക്കണ്ടേ. ആ, ഉണ്ണിക്ക് ഇഷ്ടമുള്ള അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലോണം കഴിച്ചോ. ഇന്ന് ഭയങ്കര കുളൂസിലാണല്ലോ. ഇന്ന് റിഹേഴ്സലാണ്. മണ്ണാത്തിക്കുട്ടി എന്റെ നാടകം കാണും വരില്ലേ? പിന്നെ ഞാൻ വരും. കഴിഞ്ഞ തവണത്തെ പോലെ ഈ നാടകത്തിലും ശരി ഡോക്ടറാ. ജാതി പേര് വിളിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണോട്. അപ്പൊ എന്നെ വിളിച്ചതോ? എന്നെ വിളിച്ചാ ഞാനും വിളിക്കും. കടന്നു പോകാഞ്ഞാണ്ട് നിങ്ങൾ പോയിക്കോ. അത് വേണ്ട, പെണ്ണുങ്ങൾക്കാണ് ആദ്യം എവിടെയും പ്രിഫറൻസ്. ഞാൻ ആദ്യം പോണില്ല. നീ പോയിട്ടേ ഞാൻ പോണുള്ളൂ. മര്യാദക്ക് ആദ്യം പോയിക്കോ. അത്ര മര്യാദ ഇല്ല. ഞാൻ എന്റെ അച്ഛനോട് പറയൂ കേട്ടോ. പറഞ്ഞു, ആരോട് വേണേ പറഞ്ഞു. ഉയ്യോ, നോക്കി കൊല്ലല്ലേ പൊന്നെ. എനിക്കറിയാം ചെക്കന്റെ മനസ്സിലിരിപ്പ്. അങ്ങോട്ട് മാറി നിക്ക്, ഞാൻ പോട്ടെ. എവിടെ നിക്കണമെന്നേ എന്റെ ഇഷ്ടാ. എന്റെ ഈശ്വര, കഷ്ടമാണ് കേട്ടോ. ചുമടും കൊണ്ടോ ഞാൻ നിക്കണേ? നിക്കാനല്ലോ, പോവാനല്ലേ പറഞ്ഞേ. ഇത് വല്ലാത്തൊരു സൂക്കേടാണേ. വെളുത്ത മൂശാരിയെ കാണട്ടെ, ഞാൻ പറയണ്ട്. സുലോചനെ, എന്താ
എന്റെ മകളെ അപമാനിച്ചവൻ ആരായിരുന്നാലും ശരി, അവനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ എന്റെ അച്ഛനോട് പറയൂ കേട്ടോ. ഈ വെട്ടുകത്തി കൊണ്ട് തുണ്ടം തുണ്ടമായിരിക്കും. എന്നിട്ട് ഞാൻ കൊലമരത്തേക്ക് കൊലമരമനിക്ക് പുല്ലാണടാ പുല്ല്. കട്ടിതായിട്ട് ഇവനെന്താ വീഴ്ച നിൽക്കണ ഡയലോഗ് പറയടാ. നശിപ്പിച്ചു. ആ ഡയലോഗിന്റെ ആത്മാവ് പോയില്ലേ? കത്തിയും കൊണ്ട് രണ്ടും കൽപ്പിച്ചേക്കണ ഒരാള് പറയണ ഡയലോഗാണത്. കത്തി താഴെയിട്, കത്തി താഴെയിട്. അവിടെ മ്യൂസിക് വരും ഇങ്ങനെ ജൻ ജൻ ജൈ ജൻ ജൻ ജൈ. അതൊന്നും ശരിയാവില്ല. KK മണപ്പുറത്തിന് നാടകം പഠിപ്പിക്കണ്ട. നാടകം ചക്കയാണോ മാങ്ങയാണെന്ന് KK അറിയാം. നാടകം എന്റെ ആത്മാവാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരുടെ ആത്മാവായാലും കൊള്ളാം. ഇനി 3 റിഹേഴ്സലിനെ ഞാൻ വരും. ആരും പഠിച്ചാലും കൊള്ളാം, പഠിച്ചില്ലെങ്കിലും കൊള്ളാം. നാടകം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. അതെ, എനിക്ക് എന്റെ കാശ് കിട്ടിയാ മതി. കനകം, ഒരു കലാകാരി കാശിന് കണക്ക് പറയരുത്, വിഷമമുണ്ട്. മണപ്പുറം ചേട്ടന് കാശ് വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം. നടത്തറ കനകം മേക്കപ്പ് ഇടണമെങ്കിലേ ₹500 കൃത്യമായിട്ട് ഇങ്ങടെ എണ്ണി തരണം. 500 പിന്നെ ടീയും ചേർത്ത് 550 രൂപ തരാണ്ട് പിന്നെ നാടകം നടക്കില്ല. ഓ, അമച്ചൂർ നാടകത്തിന്റെ ഒരു ഗതികേടേ. നമ്മുടെ തങ്കമണിക്ക് വിശേഷം വല്ലതായോടി കുഞ്ഞിപ്പെണ്ണെ? സമ്പ്രദായം കണ്ട എന്റെ കണക്കുകൂട്ടലില് അരവയറ് കാണാൻ സമയായി. ലക്ഷണം ഒന്നോട്ട് കാണുന്നില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3-4 ആയില്ലേ? ഉം. ഇനി അവള് വല്ല മച്ചയോ മോരടോ മറ്റാണോ കുഞ്ഞിപ്പെണ്ണെ? ആർക്കറിയാം എന്റെ അമ്മേ. ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാ ഉടനെ വയറ്റിലുണ്ടാവണത് കുറച്ചിലല്ലേ. ഞാൻ ചോദിക്കാൻ മറന്നു, അമ്മ ചോറുണ്ടോ? ആ, ഞാൻ വരണ വഴിക്ക് ഹോട്ടലിൽ നിന്ന് ഒരു ചോറുണ്ട്. ഹോട്ടലുകാരെ ചോറ് എനിക്ക് സുഖായില്ല. ഇവിടെ ചോറ് ഇരിപ്പുണ്ടെങ്കിലേ ഒരു 5-6 ഉരുള തിന്ന. അല്ല കുഞ്ഞിപ്പെണ്ണെ, നമ്മുടെ തങ്കമണി ഏത് തരക്കാരേടി? നല്ലോളാ. എന്തേ? അല്ല, ചങ്കരംകുളത്ത് പെണ്ണ് കാണാൻ പോയിന്ന് പറഞ്ഞല്ലോ. ഒരു പെണ്ണിനെ കൂടി കുടുംബത്ത് കൊണ്ടുവന്നാല് പോരും കുശുമ്പും തമ്മിത്തല്ലാവോ? എന്തായാലും ഉണ്ണിക്കൊരു പെണ്ണ് വേണമല്ലോ. വേണം. അതിന് നമ്മുടെ തങ്കമണി തന്നെ പോരേടി. അമ്മയ്ക്കറിയാലോ പേരക്കിടാങ്ങളുടെ കാര്യങ്ങള്. അങ്ങനെ വല്ല കാര്യവും വേണ്ടി ആ കൊല്ലും നമ്മളെ. ഏട്ടനും അതെ, അനിയനും അതെ. ആ ആശയൊക്കെ ഞാനങ്ങ് മറന്നു എന്റെ അമ്മേ. 2 തല ചേരും, 2 മല ചേരും, 2 പെണ്ണ് തമ്മിൽ ചേരോടി. കുടുംബം 2ആവും. ഒടുവിലേ നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ അമ്മേ? ഇവരെ തല്ലി സമ്മതിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ സമ്മതിച്ചോളൂ. ചാത്തുട്ടി നിന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോ നീ അറിഞ്ഞോ കണ്ടപ്പന്റെ കൂടെ പൊറുക്കേണ്ടി വരുമെന്ന്? ഒരിക്കലേ കണ്ടപ്പൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചതിന് നീ എന്തെല്ലാം പോലുണ്ടാക്കി. എന്നിട്ട് എന്തേ മരിക്കണ വരെ കണ്ടപ്പനോട് മറുത്തൊരു വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ എന്റെ കഴിവാടി. നിനക്ക് തഞ്ചോം തരണ്ടെങ്കിൽ കുടുംബം 2ആയിട്ട് പിരിയില്ല. കൊച്ചുഗോപാലനും ഉണ്ണിക്കുട്ടനും അവരുടെ അച്ഛന്മാരെ പോലെ ഒരു കുടുംബവും ഒരു പാത്രവും ഒരു പെണ്ണും ആയിട്ട് കഴിയും. ഉണ്ണിക്കുട്ടനും അവളും തമ്മിൽ രസക്കേടൊന്നുമില്ലല്ലോ. ചിരിയും വർത്താനൊക്കെ ഉണ്ട്. ഒരിക്കലും 2ആളും കൂടെ തമാശ പറഞ്ഞ് ചിരിക്കണ കണ്ടപ്പോ സത്യത്തില് ഞാൻ ഏതാണ്ടൊക്കെ വിചാരിക്കുകയും ചെയ്തതാ. അതിനെങ്ങനെയാ നീതി കാക്കണ പൂതം പോലെ ഇടവും മലം തിരിയാൻ സമ്മതിക്കണില്ലല്ലോ ഏട്ടച്ചാര്. അവിടെയാണ് അമ്മമാരുടെ മിടുക്ക്. അർജുനൻ പാഞ്ചാലിനെ സ്വയംവര കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന്. വാതില് തുറക്കണതിന് മുമ്പ് കുന്തിദേവി പറഞ്ഞു, എന്നാ അത് 5 ആളും കൂടി പങ്കുവെച്ച് എടുത്തോന്ന്. ഒന്നും കാണാണ്ട് അറിയണ്ടാണോ കുന്തിദേവി പറഞ്ഞത്? അല്ല, അവിടെയാണ് അമ്മമാരുടെ വൈഭവം.
ആ